അപ്പോൾ ഫ്രണ്ട്സ്, ഇവൻ്റെ ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാൻ വേണ്ടി കുറേ പേര് ഇപ്പോൾ നോക്കിയിരിപ്പുണ്ട് അല്ലേ. ഇവൻ്റെ എന്താണ് റിസൾട്ട് എന്ന്. ഇവന് ബ്ലഡിലൊന്നും ഒന്നുമില്ല. ഇന്നലെ ഞാനും മോളും കൂടെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഡോക്ടറെ ഫോൺ വിളിച്ചപ്പോൾ ഇവനെ കൊണ്ടുവരണ്ട, റിസൾട്ട് മാത്രം കൊണ്ടുവന്നിട്ട് ഇവൻ്റെ ബ്ലഡിലൊന്നും ഒന്നുമില്ല. ഇവൻ്റെ എവിടെയെന്നറിയാമോ? ഈ ഭാഗത്തായിട്ട്, ഈ നടുവിനായിട്ട് ഇവൻ്റെ ഈ രണ്ട് ജോയിൻ്റ് തമ്മിലിങ്ങനെ കൂട്ടിമുട്ടിയിട്ടുണ്ട് കേട്ടോ, ഈ ഇവിടെയായിട്ട്. അതാണ് ഈ കാലിന് അവന് ഒരു ഷിവറിങ്ങും അതും വരുന്നത്. അല്ലാതെ കാണിച്ചപ്പോൾ അല്ലാതെ വേറെ ഒന്നുമില്ല. അത് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇവന് 50 കിലോ ഉള്ളത് കുറക്കാൻ, അവൻ്റെ വെയിറ്റ് കുറക്കണം. വെയിറ്റ് കൂടിയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഈ നമ്മൾ ഈ ടൈൽസിൽ കിടക്കുമ്പോൾ കാല് രണ്ടും ഇങ്ങനെ ഒന്ന് സ്ലിപ്പായി പോകുമല്ലോ എപ്പോഴും. ഇവൻ രണ്ട് കാല് ഇങ്ങനെ സ്ലിപ്പായിട്ട് കിടക്കും രണ്ട് ഭാഗത്തേക്കായിട്ട്. അതിൻ്റെ പേരിലുമാണ് വന്നിരിക്കുന്നത്. അത് ഇപ്പോൾ അയാൾ ഒരു മരുന്ന് എഴുതി തന്നു, 1 മാസം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് കേട്ടോ മരുന്ന്. ഇതാണ് മരുന്ന് എഴുതി തന്നിരിക്കുന്നത്. ഇത് 1 മാസം കൊടുക്കാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 1 മാസത്തേക്ക്, അതായത് 10 ദിവസം കൊടുക്കണം. പിന്നെ 10 ദിവസം, അങ്ങനെ 10 ദിവസം കൊടുത്തിട്ട് ഡോക്ടറിനെ വിളിച്ച് പറയാൻ പറഞ്ഞു. അല്ലാതെ അവന് ബ്ലഡിലോ ഒന്നുമില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഒന്ന് കുറക്കണം. അവന് വേറെ ബ്ലഡിലൊന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഡോക്ടർ പറയുന്ന, ഞാൻ പല വീഡിയോസിലും അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡോക്ടർ പറയുന്ന ഫുഡുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ അത് നമ്മൾ ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതലാണ്. ഇവൻ ടൈം ടു ടൈമിൽ കഴിക്കുന്നതാണ്. അല്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വന്നിരിക്കുകയോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഇച്ചിരി കുറച്ച് കൊടുക്കാൻ പറഞ്ഞു. അതായത് 200 ഗ്രാം ചോറ് അങ്ങനെ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. 180 ഗ്രാം ചിക്കൻ അങ്ങനെ വെച്ച് കൊടുക്കണം ഇനി അങ്ങനെ. അല്ലാതെ വേറെ ഒന്നും, അല്ലാതെ നമ്മൾ ഫുഡിലൊന്നുമല്ല. ഫുഡ് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കണം, അത്രയല്ല. അപ്പോൾ ഈ വണ്ണം ഉണ്ടായിട്ടാണ്, കിലോ കൂടുതലായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവർ പ്രായമായി വരുന്നതല്ലേ, ഓരോ വർഷം കൂടുന്തോറും പെറ്റിന് ഭയങ്കര. ഇപ്പോൾ ഇവന് 5 വയസ്സ്, 5 വർഷം, 5.5 വർഷമായി. 5.5 വർഷമാകുമ്പോൾ അവന് 45 വയസ്സിൻ്റെ, മനുഷ്യൻ്റെ ഹിസാബിൽ 45 വയസ്സിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് നമ്മൾ മനുഷ്യനായാലും ഒരു പ്രായമാകുമ്പോൾ നമ്മൾ വെയിറ്റൊക്കെ കുറക്കൂലേ, അതുപോലെ കുറക്കണം. വെയിറ്റിൻ്റെ പ്രശ്നത്തിലാണ് വന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ബ്ലഡിൽ അവനൊരു 10-12 ബ്ലഡ് ചെക്കപ്പ് നടത്തിയിലൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മെഡിസിനാണ് എഴുതി തന്നത്. ഇത് കണ്ടോ, ഡോക്ടറിൻ്റെ ചീട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഡോക്ടർ കേട്ടോ. ഡോക്ടറിൻ്റെ പേര് കാണിച്ചു തരാം. ഒരു കയ്യിൽ വീഡിയോ ആയതുകൊണ്ടേ. ഇതാണ് അവനെ നോക്കുന്ന ഡോക്ടർ, കണ്ടല്ലോ, ഇതാണ് ഡോക്ടർ. അപ്പോൾ ഈ മെഡിസിനാണ് എഴുതി തന്നിരിക്കുന്നത്. ഇത് 1 മാസം കൊടുത്താൽ മതി. പിന്നെ ഒരു മെഡിസിൻ അദ്ദേഹം പറയുന്നവരെ കൊടുക്കണം. ആദ്യം 1 മാസം കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. പിന്നെ അതുപോലെ കാല് ഷിവർ വരുന്നിട്ട് അങ്ങനെ ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ നോക്കും. അല്ലാതെ വേറെ കുഴപ്പമൊന്നും അവനില്ല കേട്ടോ. അപ്പോൾ വെയിറ്റ് ആക്കുക എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഇവൻ്റെ റിപ്പോർട്ടും ഇവൻ്റെ ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് കേൾക്കാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ, ഞാൻ പല വീഡിയോയിലും പറഞ്ഞു, ഇവൻ്റെ പാത്രങ്ങൾ കഴുകി കൊടുക്കണം, ഇവൻ്റെ വെള്ളമൊക്കെ മാറ്റി കൊടുക്കണം. കാരണം വെള്ളത്തിലൊക്കെ ഇവരൊക്കെ മഞ്ഞപ്പിത്തങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞങ്ങൾ വെള്ളമൊക്കെ ഭയങ്കര സുരക്ഷിതമായിട്ടാണ് കൊടുക്കുന്നത്. പാത്രങ്ങൾ കഴുകണം. ഇവർ കഴിക്കുന്ന പാത്രം നല്ലവണ്ണം കഴുകി വെള്ളം കൊടുക്കണം. ഇല്ലെങ്കിൽ വെള്ളത്തിൽ നമ്മൾ വെള്ളമൊക്കെ ചീത്ത വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഇതുപോലെ മഞ്ഞപ്പിത്തത്തിൻ്റെയൊക്കെ ബാധിക്കാം. അത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെക്കപ്പ്, ഇപ്പോൾ ബ്ലഡ് തന്നെ ഇവനൊരു 10-12 ചെക്കപ്പ് എടുത്തു കേട്ടോ. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കുന്നതാണ്. നമ്മൾ എണ്ണയോ വെണ്ണയോ ബട്ടറോ നെയ്യൊന്നും ഇട്ടത് കൊടുക്കില്ല. അതുകൊണ്ടാണ് അവൻ്റെ ബ്ലഡിലൊന്നും ഇല്ലാത്തത്. പിന്നെ അവൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അവന് 50 കിലോ ഉണ്ട്. അപ്പോൾ ആ കിലോയുടെ ഇത് കൊണ്ടിട്ടാണ്. അവന് 42-43 കിലോ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ 50 കിലോ കൂടിയപ്പോഴാണ് ഇപ്പോൾ ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഇവിടുത്തെ 2 ജോയിൻ്റ് ഉണ്ട്, എല്ല്. ഈ ജോയിൻ്റ് രണ്ടും കൂടി ഇങ്ങനെ വന്ന് ചേർന്ന് നിൽക്കുന്ന കേട്ടോ. അതിപ്പോൾ നമ്മൾ കിലോ കൂടിയോണ്ടാണ് അങ്ങനെ. കിലോ കുറക്കുമ്പോൾ ഇച്ചിരി ഡിസ്റ്റൻസ് വരും, രണ്ടും കൂടെ അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇതാണ് കണ്ടോ,
ഇതാണ് അവൻ്റെ എക്സ്റേ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ റിപ്പോർട്ട് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കണം, കാരണം മൊബൈലല്ലേ അയച്ചു തരുന്നത്. ബ്ലഡൊക്കെ ഒരുപാട് ചെക്കപ്പ് ചെയ്ത് കേട്ടോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പേടി ലിവറൊക്കെ എന്തെങ്കിലും ബാധിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നുമില്ല. അപ്പം അതും കൂടെ പറയാനാണ് ഈ വീഡിയോ ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി മോൻ വന്നപ്പോൾ തന്നെ മോൻ പറഞ്ഞു വെയിറ്റ് കുറക്കണം, മമ്മി വാരി കൊടുക്കുന്നുള്ളതുകൊണ്ടാണ് അവന് വെയിറ്റ് കുറക്കണം. അപ്പോൾ എല്ലാവരും വെയിറ്റ് കുറക്കണം എന്ന്. ഞാനിത് പിന്നെ എക്സ്റേ എടുക്കാൻ പോകുന്ന ലാബിലുള്ള ആൾക്കാരും പറഞ്ഞു കേട്ടോ ഇവന് വെയിറ്റ് കുറക്കണമെന്ന്. പക്ഷേ ഇവൻ നല്ല പൊക്കമുള്ള നീളമുള്ള ഒരു പെറ്റാണ്. നമ്മുടെ സ്കൂബി നല്ല നീളമുള്ളതുകൊണ്ട് അതുകൊണ്ട് അവന് വണ്ണം അറിയത്തില്ല, പക്ഷെ അവന് കിലോ കൂടുതലാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ആഹാരം തന്നെ കണ്ടിന്യൂ ചെയ്യുക, പക്ഷെ അത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് അവനെ 43 കിലോയിൽ കൊണ്ടുവരാൻ പറഞ്ഞു ഡോക്ടർ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ പറയണം. അപ്പോൾ ഇവൻ്റെ റിസൾട്ടൊക്കെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകൾ ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന്. പിന്നെ ഇവനെ നടത്തിക്കാൻ പറഞ്ഞു. ചാട്ടവും ഓട്ടമൊന്നും അധികം ഇപ്പം വേണ്ട, കട്ടിലിൽ നിന്നൊന്നും ചാടുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇവനെ ഒരുപാട് നടത്തിക്കണം എന്ന് പറഞ്ഞു. അത്ര തന്നെ, അല്ലാതെ ഇവന് വേറെ എക്സസൈസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇവന് നടത്തിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ അരമണിക്കൂർ നടത്തിക്കുന്നുണ്ട്. ഇവനിപ്പോൾ ചൂടായതുകൊണ്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. കട്ടിലിൽ ചാടുന്നൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ അല്ലാതെ നടത്തിച്ചാൽ മാത്രം മതി, ആ എക്സസൈസ് മതി എന്നാണ് പറഞ്ഞു കേട്ടോ. വേറെ ഒന്നും പറഞ്ഞില്ല ഡോക്ടർ. അതും കൂടെ പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഒരുപാട് എൻ്റെ മോൻ്റെ ഫാൻസുകൾ കാത്തിരിക്കുന്നുണ്ടല്ലോ, ഒരുപാട് പേര് ചോദിച്ചു ഡോക്ടർ എന്ത് പറഞ്ഞു. ഇപ്പോൾ രാവിലെ ഭയങ്കര ചൂടായിട്ടോ. ഇപ്പോൾ ആ ചൂടിൽ ആ തറയിൽ വന്ന് കിടക്കട്ടെ. അവന് ഈ ബാക്കിലേക്ക് കാല് വെച്ച് കിടക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ കാല് ശരിക്കും ഫ്രണ്ടിലേക്ക് വെച്ച് കിടത്താൻ പറയണം. പിന്നെ ഇവന് ഈ കട്ടിലിൻ്റെ ഇടയിൽ പോകുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ കട്ടിൽ ഞങ്ങളിപ്പോൾ ചേർത്തിട്ട്, കാരണം കട്ടിലിൻ്റെ ഇടയിൽ പോയിട്ട് ഇവന് ആ കിടക്കുന്ന കിടപ്പ് അതൊരു ശരിയായ കിടപ്പല്ലായിരുന്നു, അതിൽ നിന്നും വരാം. അപ്പോൾ അത് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ കിടത്തണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കട്ടിൽ അങ്ങോട്ട് ചേർത്തിട്ടേക്കണം. അപ്പോൾ അവന് ആ ഗ്യാപ്പില്ലല്ലോ കിടക്കാൻ വേണ്ടി. അതാണ് കേട്ടോ. പേടിക്കാനൊന്നുമില്ല, ബ്ലഡിൽ ഒന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബ്ലഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടത് തന്നെ, ഒന്നുമില്ല. അപ്പോൾ ഇത് 1 മാസത്തെ മരുന്ന് കൊടുത്താൽ ഓക്കെ ആവുമെന്ന് ഡോക്ടർ പറയുന്നത്. പിന്നെ ഒരു 4 കൊല്ലമൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് കേട്ടോ. പിന്നെ പറയാമെന്ന് പറഞ്ഞു, ഇത് കൊടുക്കാൻ പറഞ്ഞു. 10 ദിവസത്തെ മരുന്ന് കൊടുത്തിട്ട് എന്നോട് പറയണം, അതുപോലെ കാല് ഷിവർ വന്നോ എന്ന്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വേറെ മരുന്ന് എഴുതി തരും. ഉറക്കമായി കേട്ടോ, പാവം അച്ഛൻ്റെ കൂടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാനാണ്. ഇങ്ങനെ ഉറങ്ങുന്ന കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. രാത്രിയെല്ലാം ഒന്ന് ഉറക്കമായി വന്നുകൊണ്ട് എണീറ്റതാ കണ്ടോ. ഈ ഉറങ്ങാൻ കിടന്നവനല്ലേടാ, പിന്നെ എന്തിനാ എണീക്കുന്നത്? ചേട്ടാ വന്നുകൊണ്ട് എണീറ്റ ഉറങ്ങാൻ കിടന്നവനല്ലേ. നീ ഇവിടെ കാശുള്ള കിടന്നാട്ടെ പൊന്നു കിടന്നോ ആണോ പൊന്നോ. ചേട്ടൻ അവിടെ കിടക്കാൻ വന്നുകൊണ്ട് വന്ന് കിടക്കുന്ന എന്താണെന്നറിയാമോ, അവൻ്റെ വെയിറ്റ് കുറക്കാൻ പറഞ്ഞു ഡോക്ടർ. അതാണ് അവൻ്റെ നടുവിന് വേദന. പാവം ചേട്ടൻ പറഞ്ഞ കാലയിൽ വന്ന് കിടന്നു, നിന്നെ സ്നേഹിക്കണം. ഇത് പിന്നെയും കൈ കൊണ്ട് വിളിക്കണം കേട്ടോ, ചേട്ടാ വാ എന്നെ തടവ് ചേട്ടാന്ന്. കിടക്കുന്നതേ ഇങ്ങനെ കിടക്കും, കാല് അതാണ് ആ നടുവേദന എന്നാണ് പറയുന്നത്. കൈ കൊണ്ട് പിടിച്ച് വലിക്കണം.
രാത്രി കൊഞ്ചിക്കണാണ്. രാത്രി ചേട്ടൻ വന്നപ്പോൾ കൊഞ്ചുന്നാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? കൊഞ്ചുന്നതാണ് ഈ കാണുന്നത് രാത്രി ചേട്ടൻ വന്നപ്പോൾ. ഉറങ്ങിയവനാ. എന്തിനു ചേട്ടാ അങ്ങനെ പറയണേ? എന്നെ തൊടൂലെന്ന് അവനെ കാലിൽ കിടക്കാൻ പറഞ്ഞു. അപ്പോൾ കിടന്നില്ല. എന്നെ അങ്ങനെ പറയണേ? കൊച്ചു കിടന്നതല്ലേ വന്ന്? അതേ കിടന്ന് എന്താ മോൻ പറയണമെന്ന് പറയുമ്പോൾ അവന് നടുവേദന, മറ്റേ ജോയിൻറ്റിലൊരു വേദനയുണ്ട്. അപ്പോൾ അതിന് എക്സ്റേ റിപ്പോർട്ട് കിട്ടി. ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ആദ്യം തന്നെ വെയിറ്റ് കുറക്കാൻ പറഞ്ഞു. അതാണ് ഇതിൻ്റെ മെയിൻ. എന്നിട്ട് ഗുളികകളും തന്നു 1 മാസത്തെ കൊടുക്കാൻ പറഞ്ഞു. ചേട്ടൻ പറയുന്നത് പറ്റുമോ എന്നാ? ചേട്ടൻ കുളിക്കാൻ പോയി. അവിടെ കിടക്കട്ടെ ഏട്ടാ, താഴെ ഇറക്കണ്ട, കട്ടിലിൽ തന്നെ കിടക്കും. ഇവൻ തന്നെ കുറച്ച് നേരം കിടന്നിട്ട് തന്നെ അങ്ങനെ കൂടുതലും മാക്സിമം താഴെ കിടക്കാത്തതാണ് നല്ലത് കേട്ടോ. പക്ഷെ ഇവൻ കട്ടിലിൽ കിടക്കുന്നതാണ് നല്ലത്. 1 മാസത്തേക്കുള്ള മരുന്ന് കൊടുക്ക്. ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. കാര്യോ കാലൂനെയാണ് ഈ പറയണത്. കാലൂനെയാണ്, കാല് പാവം. കട്ടിലിൽ കിടന്നോ മോൻ, താറേ കിടക്കണ്ട ഏട്ടാ. ഡോക്ടർ പറഞ്ഞ പോലെ കട്ടിലിൽ കിടന്നു. എൻ്റെ പൊന്നെ, അച്ഛൻ്റെ തീ കിടക്കണ കണ്ടോ? അച്ഛൻ്റെ വയറ്റിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ടോ? പോയാ ഞാനേ അടുക്കളയിൽ ജോലി ചെയ്യുന്ന കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അതാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ സമാധാനമായി കേട്ടോ. അപ്പോൾ ബ്ലഡ് ചെക്കപ്പ് റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഒന്നുമില്ല. എന്നാലും ഡോക്ടറിനെ പോലെ നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പിന്നെ നമുക്ക് ഇത്തിരി വെയിറ്റൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവന് ഓക്കെയാണ് കേട്ടോ. പിന്നെ ഇവരെയൊക്കെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പോൾ ചോദിക്കും പുറത്തുള്ള സ്ട്രീറ്റ് അവർക്കൊന്നും അതൊരു കുഴപ്പമില്ല. അവർ മതിൽ ചാടിയൊക്കെ ചെറുപ്പത്തിൽ ശീലിച്ചവർ. പിന്നെയെന്ന് പറഞ്ഞാൽ അവർക്കും ഉണ്ട് ഓരോരോ അസുഖങ്ങൾ. ഇപ്പോൾ ഇവിടെ വരുന്ന പെറ്റിന്, സ്ട്രീറ്റ് പപ്പീസിനൊക്കെ ഓരോരോ അസുഖങ്ങളുണ്ട് കേട്ടോ. ഞങ്ങൾ കാണുന്നതല്ലേ. പക്ഷെ അവരെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആ റോഡിലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ചിലവരൊന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്യൂല. പിന്നെ നമ്മുടെ നാട്ടിലെ പെറ്റുകളെ, സ്ട്രീറ്റ് പപ്പീസ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ അവർ ഈ അഴുക്ക് ചാലികളൊക്കെ കഴിച്ചിട്ട് അവർക്ക് റേബീസൊക്കെ കൂടുന്നു കേട്ടോ. അതിൻ്റേതായ കരുതലുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതൊന്നും റേബീസൊന്നും വരെയൊന്നുമില്ല. പിന്നെ ഇവരെയൊക്കെ നമ്മൾ പെറ്റിനെ വീട്ടിൽ നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഭയങ്കര റിസ്ക് എടുത്ത് നോക്കണം കേട്ടോ. നമ്മൾ അലക്ഷ്യമായി നോക്കിക്കഴിഞ്ഞാൽ ഇവരെ നമ്മൾ വീട്ടിൽ വളർത്തുന്നതല്ലേ. അപ്പോൾ അലക്ഷ്യമായി നോക്കിക്കിടന്നാൽ ഓരോരോ രോഗങ്ങളുണ്ടാകും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർക്ക് 1, 2, 3 വയസ്സ് വരെയൊന്നും ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇവന് 3 വയസ്സ് വരെയൊന്നും ഒരു രോഗവും ഇല്ല കേട്ടോ. ഇപ്പോൾ ഒരു 4 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ അലർജി വരുന്നത്. ഇപ്പോൾ 5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വരുന്നത്. ഇപ്പോൾ ഇവർ വയസ്സാവും തോറും ഓരോരോ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഹോസ്പിറ്റലുകളും ഇതുപോലെ ചെക്കപ്പും ഇതൊക്കെയാണ്. ചിലവർക്ക് ചെറുപ്പത്തിലേക്ക് വരാം. പിന്നെന്ന് പറഞ്ഞാൽ ഇവരെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മളൊരു പെറ്റിനെ മേടിച്ച് കൂട്ടിലിട്ട് നോക്കുന്ന അങ്ങനെ അല്ലല്ലോ നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു നിങ്ങൾ കണ്ടല്ലോ ഞാൻ നോക്കുന്നത് എങ്ങനെയെന്ന്. പിന്നെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്, ഒന്നും ഇല്ല എന്നൊക്കെ. അതൊക്കെ നമ്മൾ അത്രമാത്രം നമ്മൾ ഫുഡിലും വെള്ളത്തിലൊക്കെ നോക്കിയിട്ട് മാത്രമാണ് കേട്ടോ. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊക്കെ ബ്ലഡിലൊക്കെ ഒരുപാട് ബാധിക്കാം, ഒരുപാട് കാര്യങ്ങൾ വരാം. ലിവറൊക്കെ പെട്ടെന്ന് ലിവറിനൊക്കെ ബാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റുകളൊക്കെ. അപ്പോൾ ഇവർക്ക് ഓരോ വയസ്സ് കൂടുന്നവരും ഭയങ്കരമായിട്ട് ഇവരുടെ മനുഷ്യൻ്റെ ഹിസാബിൽ തന്നെ ഉള്ള ഓരോ വയസ്സ് ആ ഒരു രീതിയിലായിരിക്കും. ഇപ്പോൾ ഇവന് 5.5 വയസ്സായി 45 വയസ്സിൻ്റെ ഒരു ഇതാണ് മനുഷ്യൻ്റെ ഹിസാബ്. അപ്പോൾ ഓരോ വയസ്സ് കൂടുന്തോറും ഇവർക്ക് അത് ഒരു വർഷം ഒരു വയസ്സും ഭയങ്കര വലുതാണ്. അപ്പോൾ അതിന് അവരുടെ വളർച്ചയും അവരുടെ ആ ഒരു വയസ്സും കൂടിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അവരെ അതിൻ്റേതായ രീതി നമ്മൾ പെറ്റിനെയൊക്കെ വളർത്തുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. അത് നല്ലപോലെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ പണിയൊക്കെ കിട്ടിക്കളയും. ഇപ്പം നമ്മൾ പാലക്കാട് ഇപ്പം ഞാൻ മനസ്സിലാക്കി എൻ്റെ ഒരു പെറ്റിനെ നോക്കുമ്പോൾ നമ്മൾ എന്തോരം ചിലവുകളാണെന്നുള്ളത്. ഇപ്പം തന്നെ ഞങ്ങളെ ബ്ലഡ് ചെക്കപ്പും
ഇതും എല്ലാം കൂടെ ഇപ്പോൾ നമ്മളൊരു 1.5 കൊല്ലത്തിന് മുമ്പ് എടുത്തപ്പോൾ ബ്ലഡ് ചെക്കപ്പും എക്സ്റേ ഒക്കെ എടുത്തതിൽ തന്നെ 11,000 രൂപ വന്നു എന്ന് ഞാനൊരു വീഡിയോ പറഞ്ഞു. അപ്പോൾ ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഒത്തിരി എക്സ്പെൻഡിച്ചറായി. ഇപ്പം തന്നെ ഇവന് ചെക്കപ്പും കാര്യങ്ങൾക്ക് തന്നെ 6,500 രൂപയായി. പിന്നെ ഇപ്പോൾ ഡോക്ടറിൻ്റെ മെഡിസിൻ നല്ല വിലയുള്ള മെഡിസിനാണ് കേട്ടോ. അതിപ്പോൾ ഇവരെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ എക്സ്പെൻഡിച്ചറും ഉണ്ട്, അതിൻ്റേതായ കാര്യഗൗരവത്തിൽ നമ്മൾ നോക്കുകയും വേണം. എന്നാൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. വെറുതെ അലക്ഷ്യമായി നോക്കിക്കഴിഞ്ഞാൽ പണിയൊക്കെ പിന്നെ വരും. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഓരോരോ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം ഇതുപോലത്തുള്ള വലിയ വലിയ പെറ്റിനെന്ന് പറഞ്ഞാലേ എന്തെങ്കിലും വരുന്നതിലോ നമ്മൾ പൈസ ചിലവാക്കുന്നതിലും അല്ല കേട്ടോ ഞാനീ പറഞ്ഞത്. ഇവർക്ക് എന്തെങ്കിലും വന്ന് കിടന്നു പോയാൽ ഇവരെയൊക്കെ തൂക്കിയെടുത്ത് എപ്പോഴും നമ്മളോട് ഈ ഡോക്ടർ പറയുന്ന അഡ്വൈസ് അതാണ്, ഇവരെ തൂക്കിയെടുത്ത് മൂത്രമൊഴിക്കാൻ കൊണ്ടുപോകുന്നതിനും ഇവരുടെ ഡെയിലിയുള്ള മൂത്രമൊഴിക്കാൻ കൊണ്ടുപോകും, അപ്പിയിടാൻ കൊണ്ടുപോകുന്നതിനൊക്കെ ഭയങ്കര പ്രയാസമായിട്ട് വരും തൂക്കിയെടുത്ത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം നോക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. ചെക്കപ്പൊക്കെ ഇവർക്ക് വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ചെക്കപ്പൊക്കെ എല്ലാ കാര്യങ്ങളും പൈസ പോയിരുന്നാലും പോട്ടെ, എന്നാലും ചെക്കപ്പൊക്കെ നടത്തുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു ആ പാലക്കാടൻ ചങ്ങാതി എന്ന് പറഞ്ഞ സഹോദരനെ, അവർ ഇതുപോലത്തുള്ള ഇത്ര പെറ്റികളെ നോക്കുന്നു. ലാബിനെ ആയിരുന്നാലും ഒരുപാട് സ്ട്രീറ്റ് നാടൻ ഇതിനായാലും അവർക്കൊക്കെ ഈ ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടി തന്നെ കുറേ പൈസ വേണ്ടി വരുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അവർക്കൊക്കെ ചില പാവങ്ങളായിട്ട് ഓരോ കഷ്ടപ്പാടുമാണ് നോക്കുന്നതിന്. നമ്മൾ ഒരു പെറ്റിനെ ഇത്ര അധികം നോക്കുന്നു, അവർ എത്ര പപ്പീസിനെയും പെറ്റ്സിനെയൊക്കെയാണ് അവർ സേവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നോക്കുന്നത്. അവരെയൊക്കെ നല്ല ഹാറ്റ്സ് ഓഫ്, ഭയങ്കരമായിട്ട് അവരെ ബിഗ് സല്യൂട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നോക്കുന്നതിനൊക്കെ. അപ്പോൾ ഇവരെയൊന്നും അലക്ഷ്യമായി അങ്ങനെ തള്ളിക്കളയരുത് കേട്ടോ. നമ്മളിപ്പോൾ ചിരിക്കുന്നതും ഒക്കെ പിന്നെ ഭയങ്കര ഒരു കരയാണ്ട ഒരു ഇതുവരെ. ഇപ്പോൾ ഇവന് ഇത് വന്നപ്പോൾ തന്നെ നമുക്ക് എന്ത് വെപ്രാളമായിരുന്നു. ബ്ലഡിൽ എന്തെങ്കിലും ഉണ്ടാവോ, അയ്യോ എന്തെങ്കിലും ഉണ്ടാവോ, എന്തെങ്കിലും അവൻ ഇച്ചിരി എങ്ങാനും കിടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവനെ പൊക്കിയെടുക്കണ കാര്യമാണ് പ്രയാസം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ പൈസ ചിലവാക്കണം, ഡോക്ടറെ കാണിക്കണം, അങ്ങനെയൊന്നുമല്ല. ഇവർ ഡെയിലി യൂറിനും അപ്പിയൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ പൊക്കിയൊക്കെ എടുക്കേണ്ട ഇത്രയും വലിയ പെട്ടിന്. അപ്പോൾ ആ ഒരു പ്രയാസം എന്നാണ് മോന് മാത്രമേ പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഭയങ്കര പ്രയാസമായിട്ട് വരും. പ്രയാസം എന്ന് പറഞ്ഞാൽ അത് റിസ്ക് പിടിച്ചാണ്. അപ്പോൾ അവർക്കൊന്നും വരാതെ നോക്കുക മാക്സിമം. എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടിലിൽ നിന്ന് എടുത്ത് അവരെ ഡെയിലി യൂറിന് കൊണ്ടുപോകണം. ഡെയിലി അത് ഡോക്ടർ എപ്പോഴും പറയും കേട്ടോ. ഡോക്ടർ പണ്ട് തൊട്ടേ എന്നോട് പറഞ്ഞു ഇവർക്ക് ഭാരം വരാൻ പാടില്ല, ഇവരുടെ കാലിന് പെട്ടെന്ന് ഇത് വരും. അപ്പോൾ വെയിറ്റ് കൂടാതെ നോക്കണം. വെയിറ്റ് കൂടി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രയാസമായിട്ട് വരും. കാരണം നിങ്ങൾ ഡെയിലിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പിന്നെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും എന്നൊക്കെ അങ്ങനെ വരുന്ന പെറ്റിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളൊരു കുഞ്ഞിനെ നോക്കുന്ന പോലെയൊക്കെ അതിൻ്റേതായ കൺട്രോൾ അനുസരിച്ചുള്ള ഫുഡുകളും കൺട്രോൾ അനുസരിച്ചൊക്കെ നോക്കി തന്നെ വേണം. ഇല്ലെങ്കിൽ പിന്നെ പണി കിട്ടിപ്പോവും. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. പിന്നെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്ത് നോക്കണം. ഒരു 4 കൊല്ലത്തേക്കൊന്നും വരില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവൻ്റെ ഈ അസുഖം കാരണം ഇല്ല പൊന്നോ കിടക്കണ ആ തറയിലെ തണുപ്പ് കാരണം കേട്ടോ കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. ഇങ്ങനെ കിടക്കല്ലേ, കാല് തീരാമണ്ണം വെച്ച് കിടന്നേ, ഇങ്ങനെ കിടക്കല്ലേ, അങ്ങനെ കിടക്ക, ഇങ്ങനെ ബാക്കിലോട്ട് കാല് വെച്ച് കിടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ ഇപ്പം ഈ ഒരു അസുഖം കാരണം ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഞാനും മോളും ക്യാൻസൽ ചെയ്ത്. ഇനി ഇനി വീട് പണിയും തുടങ്ങി. അപ്പോൾ ഇനി ഒരു 10-15 ദിവസം ഞങ്ങൾ മരുന്ന് കൊടുത്തിട്ട് ഈ മാസം ലാസ്റ്റ് 4 ദിവസത്തേക്ക് എനിക്ക് നാട്ടിൽ പോയേ പറ്റുള്ളൂ. പോയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെ ഇവൻ്റെ വിശേഷങ്ങളും ഇവൻ്റെ എക്സ്റേ റിപ്പോർട്ടിൻ്റെ വിശേഷങ്ങളും ഡോക്ടർ പറഞ്ഞ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.